പത്തനംതിട്ടയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്നലെ കയ്യാങ്കളി ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തുടങ്ങിയ തർക്കത്തിന് ഒടുവിൽ രണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി, തർക്കമുണ്ടായി എന്നതായിരുന്നു വാർത്ത. പക്ഷേ അതിനെ പരിപൂർണമായി നിഷേധിക്കുകയാണ് ഇപ്പോൾ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി ഉദയഭാനുവും മറ്റ് നേതാക്കളും. ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതിനെ തടയുന്നതിന് വേണ്ടി ബോധപൂർവം ചമച്ച വാർത്തയാണ് കയ്യാങ്കളി എന്നാണ്. സമയങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞു. സ്ഥലം ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ട, അടൂർ. സമയം എന്ന് പറയാൻ മുഖ്യമന്ത്രി തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് ലാസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ട് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അറേഞ്ച് ചെയ്യും. ഇല്ലല്ലോ, മാധ്യമങ്ങൾ പറയുന്ന അനുസരിച്ചായിരുന്നെങ്കിൽ 2021 LDF അധികാരത്തിൽ വരത്തില്ല. ഇനി ഇന്നലെ മാത്രമല്ല, ഇനിയും നിങ്ങൾ ഇതൊരു വാർത്ത കൊണ്ടുവരും. ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഇലക്ഷൻ കാലത്ത് നേരത്തെ പിന്നെ കൊടിയേരി ആയിരുന്ന കാലത്ത് ഇലക്ഷൻ കാലത്ത് 2-3 പ്രാവശ്യം KP ഉദയഭാനു മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇന്നലെ വന്ന വാർത്ത തെറ്റാണ് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. VVR ശിവകുമാർ, പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്.